സ്വന്തം നാട് വിട്ട് വേറൊരു നാട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ വില മനസ്സിലാകുന്നത് അല്ലേ? മെയിനായിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഡൽഹിയിൽ പോയ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് 2-3 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ട് നമുക്ക് കഞ്ഞി കിട്ടിയാൽ പോലും നല്ല ഒരവസ്ഥയായി തോന്നും കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ്, അതായത് ഡൽഹിയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോഴാണ് ഞാൻ നല്ല രീതിയിൽ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നല്ല ഒന്നാം തരം കഞ്ഞിയും പിന്നെ നല്ല മാങ്ങ ചമ്മന്തി കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് എന്താ സ്വാദം എന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗ്ഗം കിട്ടിയ പോലെ ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ വളപ്പിൽ വെറുതെ നടക്കുകയാണ്. അപ്പോൾ ഇതേ ചാമ്പൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ കുറേ ദിവസമായില്ലേ ചാമ്പൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഒരു പൂതി ഒന്ന് കഴിച്ചാലെന്ന്. കുറേയെണ്ണം ഇങ്ങനെ താഴെ വീണിട്ടുണ്ട് കേട്ടോ. കുറേയെണ്ണത്തിന് പുതുവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ചാമ്പൊക്കെ ഞാൻ എടുത്ത് കഴിക്കുകയാണ്. ആദ്യം ചാമ്പൊക്കെ വെറുതെ കഴിച്ചു. പിന്നെ ഞാൻ ഉപ്പും കാന്താരി ഇട്ട് കഴിച്ചു കേട്ടോ. എനിക്കിങ്ങനെ ഉപ്പും കാന്താരി ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതേ ചക്കപ്പഴം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. കുറേ ദിവസം കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പഴുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ അമ്മയുടെ പൂന്തോട്ടത്തിലേക്ക് പോയി. പൂന്തോട്ടം എന്ന് വെച്ചാൽ വലിയ പൂന്തോട്ടം എന്നല്ല, എന്നാൽ കുറച്ച് പൂന്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂക്കളൊക്കെ നോക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഹരിതാഭയൊക്കെ കാണുമ്പോൾ വേറൊരു ഫീലാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തലയിൽ എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി തലയിൽ എണ്ണ തേച്ചിട്ട്. ഡൽഹിയിൽ പോയതിന് ശേഷം ആകെ 2 ദിവസം മാത്രമേ ഞാൻ തല കുളിച്ചുള്ളൂ. ബാക്കിയുള്ള ദിവസം മേക്ക് പോലും കുളിച്ചെന്നുള്ള ഒരു കൺഫ്യൂഷൻ കേട്ടോ.